നമസ്കാരം. തൃശൂർ വിഷൻ വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുൽത്തൈലം വിൽക്കാനെന്ന വ്യാജേന വീട്ടിലെത്തി സർപ്പദോഷമുണ്ടെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി 6.5 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും തട്ടിയെടുത്ത കേസിൽ 2 സ്ത്രീകളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മുക്കോടി ദേവീദേവന്മാർ ആറാടുന്ന ആറാട്ടുപുഴ മന്ദാരക്കടവിൽ കർക്കിടക വാവുബലി ഭക്തിസാന്ദ്രമായി. ഐതിഹ്യപ്പെരുമയിൽ ആയിരങ്ങൾ പിതൃതർപ്പണം നടത്തി. തൃപ്രയർ മേൽതൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ കർക്കിടക വാവു പിതൃതർപ്പണം നടന്നു. തീരദേശത്തെ ക്ഷേത്രങ്ങളിലും കടൽ തീരങ്ങളിലും കർക്കിടക വാവ് പിതൃബലി തർപ്പണ ചടങ്ങുകൾ നടന്നു. വാർത്തകൾ വിശദമായി. പുൽത്തൈലം വിൽക്കാനെന്ന വ്യാജേന വീട്ടിലെത്തി സർപ്പദോഷമുണ്ടെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി 6.5 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും തട്ടിയെടുത്ത കേസിൽ 2 സ്ത്രീകളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പടിഞ്ഞാറെ വെമ്പലൂർ സ്വദേശിനി കൊള്ളിപ്പറമ്പിൽ വീട്ടിൽ സുജാത, ഇപ്പോൾ പടിഞ്ഞാറെ വെമ്പലൂരിൽ താമസിക്കുന്ന പാപ്പിനിവട്ടം സ്വദേശിനി നടവരമ്പത്തെ വീട്ടിൽ റോജ എന്നിവരാണ് അറസ്റ്റിലായത്. നടപടിക്രമത്തിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. 2026 ഓഗസ്റ്റ് 6 ഉച്ചയ്ക്ക് 1:20ഓടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. മണലൂർ പുത്തൻകുളം സ്വദേശി വല്ലത്തുപറമ്പിൽ വീട്ടിൽ സ്വർണ്ണലതയാണ് തട്ടിപ്പിനിരയായത്. പുൽത്തൈലം വിൽക്കാനെന്ന വ്യാജേന പരാതിക്കാരിയുടെ വീട്ടിലെത്തിയ പ്രതികൾ വീടിരിക്കുന്ന സ്ഥലത്തിന് സർപ്പദോഷമുണ്ടെന്നും 2 ദിവസത്തിനകം ആവലാതിക്കാരുടെ 2ാമത്തെ മകൻ പാമ്പുകടിയേറ്റ് മരിക്കുമെന്നും പറഞ്ഞ് ഭയപ്പെടുത്തുകയായിരുന്നു. സർപ്പകോപം തീർക്കാനായി സ്വർണം കൊണ്ട് നാഗത്തിന്റെ മുട്ടയും ശിലയും തയ്യാറാക്കി സമർപ്പിക്കണമെന്ന് വിശ്വസിപ്പിച്ചു. ഇത് വിശ്വസിച്ച് പരാതിക്കാരി തന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളും മൂത്ത മരുമകളുടെ മാലയും ഉൾപ്പെടെയുള്ള 6.5 പവനോളം സ്വർണവും 6,500 രൂപയും വഴിപാടിനായി പ്രതികൾക്ക് കൈമാറി. ആകെ 6,75,000 രൂപയുടെ നഷ്ടമാണ് ഇവർക്കുണ്ടായത്. പ്രതികൾ വീട്ടിൽ നിന്നും പോയതിനു ശേഷമാണ് തങ്ങൾ കബളിപ്പിക്കപ്പെട്ടതായി ഇവർക്ക് മനസ്സിലായത്. തുടർന്ന് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. പരാതിയിൽ അന്തിക്കാട് പോലീസ് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ പിടിയിലായത്. മോഷണ മുതലായ 48 ഗ്രാം സ്വർണം പ്രതികൾ വിൽപ്പന നടത്തിയ ചന്ദ്രാപ്പിന്നിയിലെ ജ്വല്ലറിയിൽ നിന്ന് പോലീസ് വീണ്ടെടുത്തു. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ SHO കേഴ്സൺ, SI മാരായ ആശിഷ്, റിജി, ഋഷിപ്രസാദ്, CPO മാരായ രേഷ്മ, കിരൺ, ശ്രീജിൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. മുക്കോടി ദേവീദേവന്മാർ ആറാടുന്ന ആറാട്ടുപുഴ മന്ദാരക്കടവിൽ കർക്കിടക വാവുബലി ഭക്തിസാന്ദ്രമായി. ഐതിഹ്യപ്പെരുമയിൽ ആയിരങ്ങൾ പിതൃതർപ്പണം നടത്തി. പൂർവിക സ്മരണയിൽ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ആറാട്ടുപുഴ മന്ദാരക്കടവിൽ കർക്കിടക വാവുബലി ചടങ്ങുകൾ നടന്നു. ബുധനാഴ്ച പുലർച്ചെ 12:30 മുതൽ ആരംഭിച്ച പിതൃതർപ്പണ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് മന്ദാരക്കടവിലേക്ക് ഒഴുകിയെത്തിയത്. ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസി ദിനത്തിലാണ് കർക്കിടക വാവുബലി ആചരിക്കുന്നത്. സൂര്യൻ കർക്കിടക രാശിയിൽ വരുമ്പോൾ അന്തരിച്ച പിതൃക്കളുടെ ആത്മാക്കൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്നും ഈ ദിനത്തിൽ തർപ്പണം നടത്തിയാൽ അവർക്ക് നിത്യശാന്തി ലഭിക്കുമെന്നുമാണ് ഹൈന്ദവ വിശ്വാസവും ഐതിഹ്യവും. ശ്രീരാമചന്ദ്രൻ പിതാവായ ദശരഥന്റെ വേർപാടിൽ ദുഃഖിതനായി ബലിതർപ്പണം നടത്തിയതും രാമായണ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സഹസ്രക്കണക്കിന് വീരന്മാർക്ക് വേണ്ടി കർണനും പാണ്ഡവരും പിതൃതർപ്പണം നടത്തിയത് ഈ പുണ്യദിനത്തിലാണ് എന്നാണ് പുരാണ ഐതിഹ്യം. വേദമന്ത്രോച്ചാരണങ്ങളാൽ മുഖരിതമായ മന്ദാരക്കടവിൽ പ്രമുഖ കാർമ്മികരായ സന്തോഷ് ഇളയത്ത്, മാപ്രാണം സുരേഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ദൂരദേശങ്ങളിൽ നിന്ന് പോലും നിരവധി ആളുകളാണ് പിതൃതർപ്പണം തേടി ഇവിടേക്ക് എത്തിയത്. ഭക്തജനങ്ങൾക്ക് തടസ്സമില്ലാതെ ബലിതർപ്പണം നടത്തുന്നതിനായി സംഘാടകർ വിപുലമായ സൗകര്യങ്ങളായിരുന്നു ഒരുക്കിയിരുന്നത്. കടവിലെ ആൽമര ചോട്ടിൽ ഗണപതി ഹോമവും കുളവറയ്ക്കുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. പോലീസിന്റെയും അഗ്നിരക്ഷാസേനയുടെയും സേവനവും സുരക്ഷയ്ക്കായി കടവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു. പ്ലാസ്റ്റിക് രഹിതമായി ഗ്രീൻ പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളോടെയും യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളും കൂടാതെ ബലിതർപ്പണ ചടങ്ങുകൾക്ക് സമാധാനപരമായി പൂർത്തിയായി. പിതൃതർപ്പണം കഴിഞ്ഞ് മടങ്ങുന്നവർക്ക് ലഘുഭക്ഷണവും സംഘാടകർ ഒരുക്കിയിരുന്നു. തൃപ്രയർ മേൽതൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ കർക്കിടക വാവ് പിതൃതർപ്പണം നടന്നു. ബ്രഹ്മശ്രീ കോരു ആശാൻ സ്മാരക വൈദിക സംഘം ആല, കോതവറമ്പ്, പനങ്ങാട്ട് പ്രവീഷ് ശാന്തി, SN പുരം, കാതിക്കുളത്ത് കണ്ണൻ ശാന്തി, മേത്തല എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് രാമൻ ചേർത്തടത്ത്, സെക്രട്ടറി ഹരിദാസ് ആലക്കൽ, ട്രഷറർ കൃഷ്ണമൂർത്തി, വൈസ് പ്രസിഡന്റുമാരായ ഗൗരി ടീച്ചർ, പാറൻകുട്ടി,
ജോയിന്റ് സെക്രട്ടറിമാരായ രാജൻ കാരയിൽ, ശോഭന രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. തീരദേശത്തെ ക്ഷേത്രങ്ങളിലും കടൽ തീരങ്ങളിലും കർക്കിടക വാവ് പിതൃബലി തർപ്പണ ചടങ്ങുകൾ നടന്നു. കൂരിക്കുഴി ദേശം ശ്രീ ഭഗവതി മഹാദേവ ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കമ്പനിക്കടവ് കടപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങ് സംഘടിപ്പിച്ചു. പുലർച്ചെ മുതൽ ആരംഭിച്ച ബലിതർപ്പണ ചടങ്ങുകൾക്ക് കലേഷ് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ കെ ശേഖരൻ, KM വിജയൻ, പ്രതാപൻ പനക്കൽ, സന്തോഷ് കൈതവളപ്പിൽ, പ്രതാപൻ കിഴക്കേവീട്ടിൽ, KR രഘുനാഥൻ, KK അഭിലാഷ്, KG സതീഷ് എന്നിവർ നേതൃത്വം നൽകി. നിരവധി പേരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. കൈപ്പുമരം, വഞ്ചിപ്പുര, അയിരൂർ, ചാപ്പക്കടവ്, ഗൂളികൻ, മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തിയതിൽ ക്ഷേത്രം മേൽശാന്തി ലജേഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ KC ദിലീപ് കുമാർ, KB ഉണ്ണികൃഷ്ണൻ, PS സതീഷ്, PK വേലായുധൻ, തമ്പി പള്ളത്ത്, KM മനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കൈപ്പമംഗലം ദേവമംഗലം ക്ഷേത്രത്തിൽ നടന്ന ബലിതർപ്പണ ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി പ്രശോഭ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ ബൈജു ചന്ദ്രൻ, VK ചന്ദ്രശേഖരൻ, CK രാമു, ശിവപ്രകാശൻ, KR സത്യൻ, പ്രേംകുമാർ എന്നിവർ നേതൃത്വം നൽകി. മതിലകം CDSന്റെ കീഴിലുള്ള സംയോജിത കൃഷി ക്ലസ്റ്റർ ജനറൽ ബോഡി യോഗവും മോണിറ്ററിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പും നടന്നു. പൊക്ലായ് കലാഭവൻ മാളി ഹാളിൽ നടന്ന ചടങ്ങിൽ കുടുംബശ്രീ ചെയർപേഴ്സൺ CB രാജേഷ് അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീകല തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ വിശദീകരിച്ചു. IFC സീനിയർ CRP പ്രിയ ഹരിലാൽ, ബ്ലോക്ക് കോർഡിനേറ്റർ നീതു അരുൺദേവ്, വൈസ് ചെയർപേഴ്സൺ ശാലിനി ബിജു, ഉപസമിതി കൺവീനർ ഫൗസിയ, വാർഡ് മെമ്പർ വിജിത ഗണേഷ്, KFC ആങ്കർ ഷാരി ഗിരീഷ്, അഗ്രി CRP ഐശ്വര്യ, AHR പിഒമാരായ ജിഷ വിനോദ്, സുനിത, CDS അംഗങ്ങൾ, IFC കർഷകർ എന്നിവർ പങ്കെടുത്തു. മഴക്കാല ആരോഗ്യ സംരക്ഷണവും കന്നുകാലി പരിചരണവും എന്ന വിഷയത്തിൽ കർഷകർക്കായി ക്ലാസ് നടത്തി. മഴക്കാലത്ത് കന്നുകാലികളുടെ ആരോഗ്യ സംരക്ഷണം, രോഗപ്രതിരോധം, ശുചിത്വം, പരിചരണം തുടങ്ങിയ വിഷയങ്ങളിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. പെറ്റ പൊക്കിളിൽ കൂടി ഇൻഫെക്ഷൻ വരുന്നതാണ്. പൊക്കിളിൽ കൂടി കയറിയിട്ട് എല്ലാ ജോയിന്റുകളിലും വീക്കം വരും. എല്ലാ ജോയിന്റുകളിലും വീക്കം വന്ന് കഷ്ടപ്പാടാണ് പിന്നെ അതിനെ ഉണർത്താൻ. അതിൻ്റെ മുറിവ് ഉണങ്ങിക്കഴിയുമ്പോഴേക്കും കാലൊക്കെ സ്റ്റിഫാവും, കൈ സ്റ്റിഫാവും. അപ്പോൾ ഇതിന് സാധാരണഗതിയിൽ അതിന് ഏറ്റവും നല്ല പ്രതിരോധിക്കാൻ മാർഗം നൽകും. നമ്മളൊരു പശു പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടീനെ അരമണിക്കൂറിന് മുമ്പെങ്കിലും കന്നിപ്പാൽ കൊടുക്കും. കന്നിപ്പാലിന് നേരിട്ട് ആൻറ്റിബോഡീസ് ഉണ്ട്. ആ ആൻറ്റിബോഡീസ് നേരിട്ട് കന്നിപ്പാലിന് ആ അരമണിക്കൂർ നേരത്തേക്കാണ് കുട്ടിക്ക് ആഗിരണം ചെയ്യാൻ പറ്റുള്ളൂ. നാലമ്പല തീർത്ഥാടനത്തിന്റെ ഭാഗമായി തൃപ്രയാർ ശ്രീരാമക്ഷേത്ര ദർശനത്തിനെത്തിയ മുഴുവൻ ഭക്തർക്കും കർക്കിടക വാവ് ദിനത്തിൽ പ്രസാദ കഞ്ഞി വിതരണം നടത്തി. CP മുഹമ്മദ് ചാരിറ്റബിൾ ട്രസ്റ്റ്, ശ്രീരാമഭക്ത സേവാ സമിതി എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെ തൃപ്പയാർ ഹനുമാൻ സ്വാമി ക്ഷേത്ര പരിസരത്ത് നടത്തിയ പ്രസാദ കഞ്ഞി വിതരണം നാട്ടിക നിയോജക മണ്ഡലം MLA ഗീതാ ഗോപി ഭദ്രദീപം കൊളുത്തി വിതരണോദ്ഘാടനം നിർവഹിച്ചു. തോമസ് ഉണ്ണിയാടൻ MLA, CP മുഹമ്മദ് ട്രസ്റ്റ് ചെയർമാൻ CP സാലിം എന്നിവർ സന്നിഹിതരായിരുന്നു. ശ്രീരാമഭക്ത സേവാ സമിതി പ്രസിഡന്റ് ദിവാസ് ആലക്കൽ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം മാനേജർ വിനീത രഞ്ജിത്ത്, PPSO ഷീജ, ഗ്രാമപഞ്ചായത്ത് അംഗം അംബിക ടീച്ചർ, CP ട്രസ്റ്റ് മാനേജർ ഷമീർ കണ്ണൻ, ശ്രീരാമഭക്ത സേവാ സമിതി രക്ഷാധികാരി വിജയകുമാർ മേനോൻ, സെക്രട്ടറി സുധീർ ആലക്കൽ, ജോയിന്റ് സെക്രട്ടറി കോച്ച് വിനോദ് PK, സമിതി അംഗങ്ങളായ ബിന്ദു, അനിത കുണ്ടിയാറ, അംബുജം അഞ്ജിത, ഗോപാൽജി തണ്ടാശ്ശേരി, SI സജീവ്, CPO വിജേഷ്, ദീപ അനിൽകുമാർ, രാജേന്ദ്രൻ തൈവിളപ്പിൽ, വിജയലക്ഷ്മി, വസന്തൻ കുണ്ടായി, ഹരിത ആലക്കൽ, ബിനു ആലക്കൽ, ഷീമ ആലക്കൽ, രാമദാസ് കിഴക്കേടത്ത്, ഫിലിം ഡയറക്ടർ സെൽ ഭാസ്കർ തുടങ്ങി നിരവധി പേർ ചടങ്ങിന് നേതൃത്വം നൽകി. ശ്രേഷ്ഠമായും അതിലേറെ ഭക്തിപ്രഭാവമായ ശ്രീരാമക്ഷേത്ര സന്നിധിയിൽ ഇവിടെ വരുന്ന ഭക്തർക്ക് ഒരു നേരത്തെ ഔഷധ കഞ്ഞി നൽകുക എന്ന പ്രസാദം കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. സാലിക്കയുടെ ഏറ്റവും വലിയൊരു ആത്മീയമായിട്ടുള്ളൊരു കർമ്മ പരിപാടിയുടെ ഒരു ഭാഗം തന്നെയാണ് ഞങ്ങൾ ഇവിടെ കണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസമാണ് സ്വന്തം ഭൂമിയിൽ, ഏക്കറക്കണക്കിന് ഭൂമിയിൽ ജൈവിക രീതിയിൽ കാർഷിക ഉൽപ്പന്നങ്ങളെ വിളയിക്കാൻ കേരളത്തിൻ്റെ കൃഷി വകുപ്പ് മന്ത്രി ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് നാടിനെ മാതൃകയായത്. അതുമാത്രമല്ല, ഒട്ടനവധി സാമൂഹ്യ രംഗത്ത് ഒരു ജനകീയപരമായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ വലിയൊരു നേതൃത്വത്തിൻ്റെ പങ്കാണ് CP സാലിക്ക. വളരെയധികം സന്തോഷത്തോടും ഉള്ള ഒരു മുഹൂർത്തമാണിത്. വളരെ മനസ്സിൽ നിന്ന് എപ്പോഴും നമ്മളുടെ ദിവാസ് ചോദിക്കാറുണ്ട്. ഇത് ദിവാസ് ചോദിച്ചില്ലെങ്കിൽ തന്നെ ദിവാസ് എല്ലാ കൊല്ലം അത് ഓർമ്മിപ്പിക്കും. പക്ഷെ അത് ഓർമ്മിപ്പിച്ചില്ലെങ്കിലും നമ്മളെ ട്രസ്റ്റ് ഓർമ്മിപ്പിച്ച് നമ്മളുടെ ഈ
പ്രവർത്തനം ഞാൻ തന്നെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന നമ്മളുടെ പാടത്ത്, സ്വന്തം പാടത്ത്, അതും ജൈവ രീതിയിൽ ഉണ്ടാക്കുന്ന ഈ കൃഷി, ഇതിലൂടെയുള്ള ഈ അരി വെച്ചിട്ടുണ്ടാക്കുന്ന കൊടുക്കുന്നതിൽ വളരെ സമ്പൂർണ്ണ സമാധാനം, സന്തോഷമുണ്ട്. കുന്നംകുളത്ത് കെട്ടിട നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. അക്കിക്കാവ് പന്നിത്തടം ബൈപ്പാസിന് സമീപത്തെ കെട്ടിട നിർമ്മാണ സ്ഥലത്ത് നിന്ന് ലക്ഷങ്ങളുടെ നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ പ്രതി പിടിയിലായി. പെരുമ്പാവൂർ മരമ്പള്ളി സ്വദേശിയായ ശ്രീകുട്ടനാണ് പോലീസിന്റെ പിടിയിലായത്. ജൂലൈ 30 വൈകുന്നേരം 5:30, ജൂലൈ 31 രാവിലെ 8:30 ഇടയിലുള്ള സമയത്തായിരുന്നു അക്കിക്കാവ് പന്നിത്തടം റോഡിൽ നിർമ്മാണ സ്ഥലത്ത് മോഷണം നടന്നത്. വിനീത്യം എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിട നിർമ്മാണ സ്ഥലത്തെ 8ാമത്തെ നിലയുടെ വാർപ്പ് കഴിഞ്ഞ് താഴെ സൂക്ഷിച്ചിരുന്ന 85 ജാക്കികൾ, 81 ഇരുമ്പ് പൈപ്പുകൾ, 10 ഇരുമ്പ് ഷീറ്റുകൾ, 3 സ്പാനുകൾ, ഒരു സോളാർ ക്യാമറ എന്നിവയാണ് മോഷണം പോയത്. സംഭവത്തിൽ ഏകദേശം 3,65,000 രൂപയുടെ നഷ്ടമുണ്ടായതായി പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. പരാതിയെ തുടർന്ന് കുന്നംകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടിയത്. കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സനീഷ് കുമാർ, സബ് ഇൻസ്പെക്ടർ ശരത് സോമൻ, സബ് ഇൻസ്പെക്ടർ കെ ശശി കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സംഘമാണ് അന്വേഷണം നടത്തിയത്. കർട്ടൻ വിൽക്കാനെന്ന വ്യാജേന വീട്ടിലെത്തിയയാൾ ബാംബു കർട്ടന്റെ വള്ളി മുറിച്ചുമാറ്റിയ CCTV ദൃശ്യം പുറത്ത്. മാള വലിയപറമ്പ് സ്വദേശി ഇല്ലത്തുപറമ്പിൽ അനൂപിന്റെ വീട്ടിലാണ് സംഭവം. ചൊവ്വാഴ്ച രാവിലെ ഏകദേശം 11 മണിയോടെ വീട്ടിൽ ആളില്ലാതിരുന്ന സമയത്താണ് അപരിചിതനായ വ്യക്തി സ്ഥലത്തെത്തി വീടിന് പുറത്ത് തൂക്കിയിരുന്ന ബാംബു കർട്ടന്റെ വള്ളി ഇയാൾ മുറിച്ചു മാറ്റുകയായിരുന്നു. വീട്ടുകാർ തിരിച്ചെത്തി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് വള്ളി മുറിക്കുന്ന ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. പ്രദേശത്തെ മറ്റു വീടുകളിൽ ഇയാൾ കർട്ടൻ വിൽക്കാനായി എത്തിയതായി അയൽവാസികൾ പറഞ്ഞു. വീട്ടിലുള്ള കർട്ടനുകൾ നശിപ്പിച്ച ശേഷം പുതിയത് വിറ്റഴിക്കാനുള്ള തന്ത്രമാണോ ഇതെന്ന് സംശയിക്കുന്നതായി നാട്ടുകാർ. സംഭവത്തിൽ മാള പോലീസിൽ പരാതി കൊടുക്കാൻ ഒരുങ്ങി വീട്ടുകാർ. അതിരപ്പള്ളിയിൽ കാട്ടാന വനപാലകരെ ആക്രമിച്ചു, 3 പേർക്ക് പരിക്ക്. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ നിന്ന് വനപാലകർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്കും 2 വനവാച്ചർമാർക്കും പരിക്കേറ്റു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സച്ചിൻ, വാച്ചർമാരായ നടരാജൻ, മണികണ്ഠൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. രാത്രി പെട്രോളിങ്ങിനിടെ ബുധനാഴ്ച രാവിലെ 6 മണിയോടെയാണ് ആന ഇവരെ ആക്രമിക്കാൻ ഓടിച്ചത്. പുഴ കടന്നു വന്ന ആനയെ തിരികെ ഓടിക്കാൻ ശ്രമിച്ചെങ്കിലും ആന തിരികെ പോകാതെ പ്ലാന്റേഷൻ എണ്ണപ്പനത്തോട്ടം അവസാനിക്കുന്ന തുമ്പൂർമൊഴി ഭാഗത്ത് സൗരോർജ്ജ വൈദ്യുതി വേലി തകർത്ത് റോഡിലൂടെ ഇവരെ ഓടിച്ചത്. ഇവർ റോഡിന്റെ താഴേക്ക് ചാടിയാണ് രക്ഷപ്പെട്ടത്. ഇവരുടെ തൊട്ടടുത്ത് വരെ ആനയെത്തിയിരുന്നു. വനപാലകരുടെ ജീപ്പും ആന ആക്രമിക്കാൻ ശ്രമിച്ചു. പരിക്കേറ്റ വനപാലകരെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തളിക്കുളം സ്നേഹതീരം ഡെസ്റ്റിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വിപുലമായ ഓണാഘോഷ പരിപാടികളുടെ നടത്തിപ്പിനായി 101 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. സ്വാഗത സംഘ രൂപീകരണ യോഗം ഗീതാഗോപി എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം PA സജിത അധ്യക്ഷത വഹിച്ചു. തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ ജയകുമാർ, DTPC സെക്രട്ടറി മനോജ് TC, KCB സെക്ഷൻ എഞ്ചിനീയർ ബൈജു KU, പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ആഗസ്റ്റ് 27, 28, 29 തീയതികളിലായി സ്നേഹതീരത്ത് നടക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായി സ്റ്റേജ് ഷോ, വിവിധ കലാമത്സരങ്ങൾ, പൂക്കള മത്സരം തുടങ്ങി നിരവധി വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിക്കും. ഓണാഘോഷത്തിൽ പങ്കെടുക്കാനും പരിപാടികൾ ആസ്വദിക്കാനുമായി എത്തുന്ന മുഴുവൻ ആളുകൾക്കും ആവശ്യമായ സുരക്ഷയും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുമെന്ന് ഗീതാഗോപി എം.എൽ.എ. അറിയിച്ചു. പൂക്കള മത്സരങ്ങളും പ്രാദേശിക കലാകാരന്മാരുടെ മത്സരങ്ങളും 3ാമത്തെ ദിവസം ഗസൽ, ഗാനമേള എന്നീ പൊതുപരിപാടികളോടെ ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും ഈ പരിപാടി വൻ വിജയകരമായി നടത്താൻ തീരുമാനിക്കുക. തീർച്ചയായിട്ടും DTPCയുടെ സെക്രട്ടറിയും അതുപോലെ തന്നെ ഇതിൻ്റെ മാനേജ്മെൻറ്റും എല്ലാവരുടെയും സഹകരണത്തോടെ ഇന്ന് ചേർന്ന സ്വാഗത സംഘം, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, എല്ലാ ജനപ്രതിനിധികളുടെയും സ്വാധീനത്തിൽ 101 അംഗ കമ്മിറ്റി രൂപീകരിച്ചിട്ടുകൊണ്ടാണ് ഈ പരിപാടി ഇന്നിവിടെ നമ്മൾ തീരുമാനമെടുത്തിട്ടുള്ളത്. നാടിന്റെ സാംസ്കാരിക പൈതൃകവും ജനകീയ കൂട്ടായ്മയും വിളിച്ചോതുന്ന തരത്തിൽ വിപുലമായ പരിപാടികളാണ് ഇത്തവണ സ്നേഹതീരത്ത് ഒരുക്കുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു. വിഷമിക്കേണ്ട, ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃപ്പയാറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946 04 8988.
നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to Calicut University, approved by Government of Kerala, AICTE. Calicut യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120 048724022020. വാർത്താ നേരം തുടരുന്നു. കൂളിമുട്ടത്ത് ഗൃഹനാഥനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിക്ക് 20 വർഷം തടവും പിഴയും ശിക്ഷ. മുൻവൈരാഗ്യത്തെ തുടർന്ന് ഗൃഹനാഥനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും തടയാൻ ചെന്ന പരാതിക്കാരിക്കും മകനും നേരെ അതിക്രമം കാട്ടുകയും ചെയ്ത കേസിൽ പ്രതിക്ക് 20 വർഷം തടവും 2,10,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കൊടുങ്ങല്ലൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി അഡീഷണൽ ജില്ലാ ജഡ്ജി ജോമോൻ ജോൺ ആണ് കേസിൽ വിധി പ്രസ്താവിച്ചത്. കൂളിമുട്ടം പ്രാണിയാട് കൊമ്പിപ്പറമ്പത്തെ വീട്ടിൽ 47 വയസ്സുള്ള ഉമേഷ് ആണ് കേസിൽ ശിക്ഷിക്കപ്പെട്ടത്. കണ്ടശങ്കടവിൽ ചുമട്ടുതൊഴിലാളിയെ കടിച്ച തെരുവ് നായയെ ചത്ത നിലയിൽ കണ്ടെത്തി. കണ്ടശങ്കടവിൽ ചുമട്ടുതൊഴിലാളിയെ കടിച്ച തെരുവ് നായ ചത്ത നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം സന്ധ്യയ്ക്കാണ് കണ്ടശങ്കടവ് മാർക്കറ്റിൽ സനു, മേജു എന്നീ ചുമട്ടുതൊഴിലാളികൾക്ക് നേരെ തെരുവ് നായയുടെ ആക്രമണം ഉണ്ടായത്. ബോട്ട് ജെട്ടിക്കടുത്ത് വെച്ച് ഓടി വന്ന തെരുവ് നായ സനൂപിനെ ആക്രമിക്കുകയായിരുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സനൂപിന്റെ കാലിന്റെ തുടയിലാണ് കടിച്ചത്. തുടർന്ന് മേജോയ്ക്ക് നേരെയും തിരിയുകയായിരുന്നു. മേജോയുടെ മുണ്ടിലാണ് നായ കടിച്ചത്. കടിയേൽക്കാതെ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കടിയേറ്റ സനൂപിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് കുത്തിവയ്പ് നടത്തി. കടിച്ച വെളുത്ത നിറത്തിലുള്ള തെരുവ് നായയെ പിന്നീട് ബോട്ട് ചെട്ടിൽ ചത്ത നിലയിൽ കാണപ്പെട്ടു. വിവരം അറിയിച്ചതോടെ മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ്, അംഗങ്ങളായ സുധർമ്മൻ, ജോജു തൈക്കാനത്ത് എന്നിവരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. വിവരം പ്രസിഡന്റ് ബന്ധപ്പെട്ടവരെ അറിയിച്ചതോടെ കടിച്ച തെരുവ് നായയ്ക്ക് പേവിഷബാധ ഉണ്ടോ എന്നറിയാൻ ബുധനാഴ്ച പോസ്റ്റ്മോർട്ടം നടത്തുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. കണ്ടശങ്കടവ് മാർക്കറ്റും ബോട്ട് ചെട്ടിയും റോഡരികും കടകൾക്ക് മുന്നിലും തെരുവ് നായ്ക്കൾ താവളമാക്കിയിരിക്കുകയാണ്. പലപ്പോഴും വാഹനങ്ങൾക്ക് ശല്യമാകുന്ന തരത്തിൽ റോഡിൽ നായ്ക്കൾ കടിപിടി കൂടുന്നത് പതിവാണ്. വിദ്യാർത്ഥികളെയും സ്ത്രീകളെയും കടിക്കാൻ ഓടിക്കുന്നതും ഇവർ വീതിയിലാണ് പോകുന്നത്. വാടാനപ്പള്ളിയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കാറിടിച്ച് വയോധികൻ മരിച്ചു. ദേശീയപാത 66 റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കാറിടിച്ച് വയോധികൻ മരിച്ചു. പൊക്കുളങ്ങര സ്വദേശി ഏങ്ങണ്ടിയൂർ വീട്ടിൽ 60 വയസ്സുള്ള പ്രകാശനാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി 7:15 അപകടം. അപകട സ്ഥലത്ത് വെച്ച് തന്നെ പ്രകാശൻ മരിക്കുകയായിരുന്നു. മണലിപ്പുഴയിലെ മടവാക്കര കാച്ചാക്കടവിൽ ഒഴുകിപ്പോയ കാർ കരയിൽ എത്തിച്ചു. പുതുക്കാട് നിന്ന് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ക്രെയിൻ എത്തിച്ച നാട്ടുകാരുടെ സഹായത്തോടെയാണ് കാർ ഉയർത്തിയത്. 3 മണിക്കൂർ പരിശ്രമത്തിനൊടുവിലാണ് കാർ കരയുടെ അടുത്തേക്ക് എത്തിച്ചത്. പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് കാർ ഉയർത്തുകയായിരുന്നു. അപകടം നടന്ന കടവിന് 200 മീറ്റർ അകലെ കണ്ടെത്തിയ കാർ റോപ്പ് കെട്ടിവലിക്കുന്നതിനിടെ റോപ്പ് പൊട്ടുകയായിരുന്നു. വീണ്ടും റോപ്പ് കെട്ടി ക്രെയിൻ ഉപയോഗിച്ച് വലിക്കാൻ കഴിയാതെ വന്നതോടെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് പുഴയിൽ ഇറങ്ങി കാർ തള്ളി മാറ്റിയാണ് കയറും റോപ്പും കെട്ടിവലിച്ച് കയറ്റിയത്. പുഴയിൽ ജലനിരപ്പ് കുറഞ്ഞതോടെ കഴിഞ്ഞ ദിവസം ആണ് കാർ കണ്ടെത്തിയത്. കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെയാണ് ചാവക്കാട് മന്തലാംകുന്ന് സ്വദേശി സിനാൻ ഓടിച്ചിരുന്ന കാർ മണലിപ്പുഴയിലേക്ക് കുതിച്ചത്. പുഴയിലേക്ക് വീണ കാറിൽ നിന്നും അത്ഭുതകരമായാണ് സിനാൻ രക്ഷപ്പെട്ടത്. ആലുവയിലെ സ്വകാര്യ കോളേജിൽ LLBക്ക് പഠിക്കുന്ന സിനാൻ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം ഉണ്ടായത്. ചിങ്ങത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയായ ഓഗസ്റ്റ് 23 ഗുരുവായൂരിൽ ബുക്ക് ചെയ്തിരിക്കുന്നത് 377 കല്യാണങ്ങൾ. ഇതുവരെയുള്ള എല്ലാ റെക്കോർഡുകളും ഭേദിക്കുന്നതാണ് ഇത്. ഇനിയും ദിവസങ്ങൾ ബാക്കി ഉണ്ടെന്നിരിക്കെ 400 ആകാമെന്നാണ് ദേവസ്വം കരുതുന്നത്. 2024 സെപ്റ്റംബർ 8 334 കല്യാണം നടന്നതാണ് നിലവിലെ റെക്കോർഡ്. 350-ലേറെ കല്യാണങ്ങൾ ആയിരുന്നു അന്ന് ബുക്ക് ചെയ്തിരുന്നത്. മികച്ച രീതിയിലും തിരക്ക് പ്രകടമാകാത്ത തരത്തിലും കല്യാണങ്ങൾ നടത്തുന്നതിനായി ദേവസ്വം ആസൂത്രണം തുടങ്ങി. സ്ഥിരമായി ഉപയോഗിക്കാവുന്ന 5ാമത്തെ കല്യാണ മണ്ഡപം ഇതിന്റെ ഭാഗമായി സ്ഥാപിക്കുന്നുണ്ട്. ചെന്നൈയിലെ ഭക്തൻ ആണ് ഇത് വഴിപാടായി സമർപ്പിക്കുന്നത്. ചിങ്ങം 3 മണ്ഡപം സ്ഥാപിക്കും. ഗുരുവായൂരിൽ ഈ മാസം 23-നും 30-നും വിവാഹത്തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയതായി ദേവസ്വം അധികൃതർ അറിയിച്ചു. 23-നും 377, 30-ന് 295 വിവാഹങ്ങൾ ഇതിനിടെ സീട്ടാക്കിയിട്ടുണ്ട്.
താലികെട്ടിന് തൊട്ടു മുൻപ് വരെ ഷീട്ട് എന്നതിനാൽ എണ്ണം ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ദർശനവും വിവാഹ ചടങ്ങുകൾ സുഗമമായി നടത്താൻ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ദേവസ്വം തീരുമാനിച്ചത്. സാധാരണ ദിവസങ്ങളിൽ 5 മണിക്ക് ആരംഭിക്കുന്ന വിവാഹങ്ങൾ ഈ ദിവസങ്ങളിൽ 4 മണിക്ക് ആരംഭിക്കും. താലികെട്ടിനായി 6 മണ്ഡപം സജ്ജമാക്കും. കിഴക്കേ നട പൂർണ്ണമായും വൺ വേ ആക്കും. ക്ഷേത്രത്തിന്റെ അകത്തും പുറത്തും ഒരേ ദിശയിൽ മാത്രമേ ഭക്തരെ കടത്തിവിട്ട് തിരക്ക് നിയന്ത്രിക്കും. വരനും വധുവും അടങ്ങുന്ന വിവാഹ സംഘം തെക്കേ നടയിൽ പുതിയ നടപ്പന്തലിൽ കൗണ്ടറിൽ എത്തി ടോക്കൺ വാങ്ങി വിശ്രമിക്കണം. താലികെട്ട് ചടങ്ങിന്റെ ഊഴം എത്തുമ്പോൾ ഇവരെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പ്രവേശിപ്പിക്കും. താലികെട്ട് കഴിഞ്ഞ് തെക്കേ നട വഴി ഇറങ്ങണം. വധുവരന്മാർക്ക് ഒപ്പം ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ 24 പേരെ മാത്രമേ വിവാഹ മണ്ഡപത്തെ സമീപത്ത് പ്രവേശിപ്പിക്കുകയുള്ളൂ. ദർശനത്തിന് കൂടുതൽ സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായി ക്ഷേത്രത്തിന്റെ അകത്തെ പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയനപ്രദക്ഷിണം എന്നിവ അനുവദിക്കില്ല. ഈ 2 ദിവസങ്ങളിൽ റെക്കോർഡ് വിവാഹങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. 2024 സെപ്റ്റംബർ 8 നടന്ന 334 വിവാഹങ്ങളാണ് നിലവിലെ റെക്കോർഡ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡലം 3, 4 വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. തകർന്ന റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തിക്കുക, റോഡിൽ അപകടങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ ആഞ്ഞിലപ്പടി ബസ് സ്റ്റോപ്പിലെ തകർന്ന കലുങ്ക് പുതുക്കി പണിയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. വാളമുക്ക് സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ആഞ്ഞിലപ്പടി ബസ് സ്റ്റോപ്പിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MP സജീവ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തറയൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ഭാരവാഹികളായ ലാസർ KA, പോൾ പുലിക്കോട്ടിൽ, അലി സഗീർ, പ്രമോദ് കണിമംഗലത്ത്, സജീവൻ ഞാറ്റുവെട്ടി, നിസാർ കുമ്മങ്കണ്ടത്ത്, മാധവൻ നായർ, ഉഷ ഉണ്ണികൃഷ്ണൻ, റഷീദ് EH, ഷിബിത സലീഷ് എന്നിവർ പ്രസംഗിച്ചു. ജഗദീഷ് രാജ് വാളമുക്ക്, ജോസഫ് വെള്ളാട്ടുകര, സക്കീന റസാഖ്, വിൻസെന്റ് കുണ്ടുകുളങ്ങര, അസീസ്, ശിവജി കൈപ്പള്ളി, സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ, സലീഷ് കരിപ്പാറ, ബാബു CA എന്നിവർ നേതൃത്വം നൽകി. കല്ലുങ്ക് പണിക്ക് ഉടനെ പരിഹാരം കണ്ടില്ലെങ്കിൽ PWD ഓഫീസ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് യോഗം അറിയിച്ചു. കോതകുളം ശ്രീ പാതാട്ട് മൂലസ്ഥാനത്ത് കർക്കിടക മാസ വാവുബലി തർപ്പണം നടത്തി. ശ്രീ പാതാട്ട് ശിവോഹൻ ശാന്തികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് വാവുബലി തർപ്പണം നടന്നത്. അനേകം വിശ്വാസികൾ ബലിതർപ്പണത്തിൽ പങ്കെടുത്തു. ആദ്യം നമോ നമ കഴിച്ചു കേട്ടോ. പ്ലേറ്റില് പവിത്രമോതിരം ഉണ്ടാവും. അതെടുത്തിട്ട് ഇടത് കൈ വെച്ചിട്ട് ചതുർഭുജം കല്ലോട് ചെയ്യുന്ന 2 പ്രാവശ്യം മുട്ടി വർദ്ധനം നവബുദ്ധി പ്രകാശായ സകലഗുണ വിശേഷേണ മുൻപിൽ സമർപ്പിച്ച്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുൽത്തൈലം വിൽക്കാനെന്ന വ്യാജേന വീട്ടിലെത്തി സർപ്പദോഷമുണ്ടെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി 6.5 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും തട്ടിയെടുത്ത കേസിൽ 2 സ്ത്രീകളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മുക്കോടി ദേവീദേവന്മാർ ആറാടുന്ന ആറാട്ടുപുഴ മന്ദാരക്കടവിൽ കർക്കിടക വാവുബലി ഭക്തിസാന്ദ്രമായി. ഐതിഹ്യപ്പെരുമയിൽ ആയിരങ്ങൾ പിതൃതർപ്പണം നടത്തി. തൃപ്രയർ മേൽതൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ കർക്കിടക വാവ് പിതൃതർപ്പണം നടന്നു. തീരദേശത്തെ ക്ഷേത്രങ്ങളിലും കടൽ തീരങ്ങളിലും കർക്കിടക വാവ് പിതൃബലി തർപ്പണ ചടങ്ങുകൾ നടന്നു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.